പാഞ്ഞ് ലോകം മാറി വേലി ചാടി വളപ്പ് മാറി തേടി ചാടി തോടി ചാടി മെയ്യറിഞ്ഞ് കാലറിഞ്ഞ പാത മാറി കാലിലായ ചോടി മണ്ണ് തട്ടി മാറ്റി ഞാൻ അലഞ്ഞ് കൂടി വിട്ട റൂഹ് മാറി കാറ പൊള്ളി മൂർച്ചയേറി ചിന്തയൊന്നൊരുന്നമൊന്ന് വന്നണഞ്ഞ് മുന്നിലെന്ന് വേക്കപ്പിന്റെ മോനത്തേക്ക് മൂഷിഡായി കോളിംഗ് ആയി ഫക്ക് മെനി എയിൻ സ്റ്റക്ക് തേനി സൗത്തിന്റെ കീശക്ക് കായ് സ്കോപ്പ് കക്കാനറിയില്ല നൈപ്പന നൈപ്പ് ആരാന്റെ കെട്ട് വന്ന് കൈകൂപ്പ് കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ് Go bitches in my kitchen, going home with the stitches, so glitches on my bitches, fucking bow with the cases, lady looking at my inches while I'm fucking with the ditches, stopping panties in my kitchen, I rigger for the patches, licking pussy like a kitten, sticky pussy on my dick, throwing money for a bitch, more than in a killer ticket. ജയ്സ എന്തോ പരിപാടി? വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണോ? വണ്ടി ഓടിക്കുകയാണ് ഗൈസ്. ഇതിപ്പോ എനിക്കൊരു ഭാരമായിട്ടാണ് തോന്നുന്നത്. ഏത് വണ്ടിയാ? വണ്ടി നിന്നെ ചോന്നുകൊണ്ടല്ലേ നടക്കുന്നത്? നീ പിന്നെ വണ്ടി കയ്യിലിരിക്കുന്നില്ല, നമ്മുടെ വണ്ടി കയ്യിലിരിക്കുന്നില്ല, വണ്ടിയുടെ അകത്ത് നീയാണല്ലോ കയറി ഇരിക്കുന്നതായിട്ട് ഒരു ഭാരമായിട്ട് തോന്നുവാണ് ഗൈസ്. ജയ്സ വണ്ടി എടുത്തിട്ട് എന്താ റിവ്യൂ, വണ്ടി എക്സ്പീരിയൻസ് റിവ്യൂ ഒന്നും ചെയ്തില്ലല്ലോ? നമ്മളെ എക്സ്പീരിയൻസ് റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് നിന്ന് കയറിയ സമയം കിട്ടണ്ടേ ഗൈസ്? അതെ, നീ ഒന്ന് പറഞ്ഞ വണ്ടിയുടെ പുതിയ അതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞ വാ. ഇത് ഓഫി ഗ്ലാസ് കയറ്റി വാ, ഇറങ്ങ്, നമ്മൾ വരുന്നതാണ് ഗൈസ്. വാ, ഇറങ്ങി വാ പുറത്ത്. എങ്ങനെയുണ്ട് ബലാനോ? വണ്ടി അടിപൊളിയാണ്, രക്ഷയില്ല. എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി? വണ്ടി വിചാരിച്ച പോലെ അല്ലേ ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളി വണ്ടിയാണ്. വാ ഒന്ന് പറഞ്ഞു തന്നെ വണ്ടിയുടെ പവറാണ്. വണ്ടിയുടെ ഇന്റീരിയറിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞേ. ഇന്റീരിയറിനെ പറ്റി പറയാനാണ് ഗൈസ്, നമ്മള് This is not okay. This needs to stop now. ഇന്റീരിയർ ഇപ്പൊ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഇന്റീരിയർ കാണിച്ചിട്ടല്ലേ പിന്നെ അകത്തോട്ട് പോകുന്നത്. ബലെനോയുടെ എല്ലാ സവിശേഷ ഗുണങ്ങളും ഒത്തു വന്ന ഒരു ചുണ കുട്ടനാണ് നമ്മുടെ ബലേനോ എന്ന് പറയുന്ന വണ്ടി ഗൈസ്. നീ ആരാ പള്ളിയിൽ വെച്ചല്ല? നമ്മുടെ ഹെഡ്ലൈറ്റ് എങ്ങനത്തെ വന്നിരിക്കുന്നത്? നമ്മുടെ ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നത് പ്രൊജക്ഷൻ ഹെഡ്ലൈറ്റ് ആണ്. ഇത് ഹാലജൻ ആണ്. മറ്റേ ഇത് LED വൈറ്റ് വെട്ടമല്ലോ വരുന്നത്? വൈറ്റ് വെട്ടമല്ല, ഇതിൽ ഹാലജൻ ആയിട്ടുള്ള ഇത് വെട്ടാണ് വരുന്നത്. ഇതിന്റെ ടോപ്പ് വേരിയന്റ് ആയ ആൽഫയില് വരുന്നത് ഫുൾ LED-യും ഇവിടെ സ്ട്രിപ്പൊക്കെ ഉള്ള ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് സിസ്റ്റം ആണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഹാലജൻ വെട്ടം വരുന്നത് അല്ലേ? ഇന്ന് ഹാലജനും മറ്റേ പിന്നെ ഇവിടെ താഴത്ത് മറ്റേ DRL ഉണ്ടോ? DRL ഇല്ല, അതും വേണം നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ ആയിട്ട് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. DRL ഇപ്പൊ ഇതിലില്ല. ഇതിങ്ങനെ ഈ ലൈനിങ് കണ്ടാൽ നമുക്ക് DRL ആയിട്ട് തോന്നുന്നു. പിന്നെ നമുക്ക് അടുത്ത പിന്നെ തന്നെ വരുന്നത് നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല അല്ലേ? ഫോഗ് ലാമ്പ് ഇല്ല. ഫോഗ് ലാമ്പ് നമ്മൾ ബേസ് വേരിയന്റിനകത്ത് ഈ സാധനങ്ങളൊന്നും വരുന്നില്ല. ബലെനോ സിഗ്മ വേരിയന്റിൽ വരുന്നതെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫോഗ് ലാമ്പ് വരുന്നില്ല. ഫോഗ് ലാമ്പ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റോ അല്ലാതെയോ LED നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എന്തോ പറയാം, പ്രൊഫൈലിലേക്ക് വരുമ്പോൾ മറ്റേ സിഗ്മയ്ക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ബാക്കിയുള്ള ടോപ്പ് വേരിയന്റിലൊന്നും അവിടെ വരുന്നില്ല. അപ്പൊ ഈ മിററിലാ വരുന്നത് അല്ലേ? മിററിലാ വരുന്നത്. ഇവിടെ നമ്മുടെ സിഗ്മ വേരിയന്റിന് സൈഡിലാണ്, മിററിന്റെ കളർ വ്യത്യാസമുണ്ടോ? മിററിന് കളറ് ടോപ്പ് വേരിയന്റ് വരുമ്പോ ഇത് ഈ ബ്ലാക്ക് മാറി വെള്ളയാവും. വൈറ്റ് അവിടെ ഇൻഡിക്കേറ്റർ വരും. ഇവിടെ ഇൻഡിക്കേറ്റർ വരും, ഇവിടെ വൈറ്റ് ആണ്. അത് നമുക്ക് മറ്റേ താക്കോൽ ഓഫ് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫോൾഡ് ആവുക. ഇത് ടോപ്പ് വേരിയന്റ് ഫുള്ള് ഹോൾഡബിൾ ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അകത്തിരുന്നോണ്ട് തന്നെ. അത് നമുക്ക് അകത്തുനിന്ന് ഇന്റീരിയർ കാണിക്കുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ സൈഡിൽ പ്രത്യേകിച്ച് പറയാൻ വല്ലതും ഉണ്ടോ? സൈഡിൽ പറയാനാണെങ്കിൽ ടോപ്പ് വേരിയന്റിന് മറ്റേ സെൻസറാണ്. നമ്മള് താക്കോലെടുത്ത് പോക്കറ്റിലോ ഇല്ലെങ്കിൽ വണ്ടിയിലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആക്സസ് ചെയ്യാൻ വണ്ടി. ഓക്കെ, അത് വിട്. നമുക്ക് നമ്മുടെ വണ്ടിയെ പറ്റി പറ. What? Bro, what are you talking about, man? ഇത് ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോ നമുക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ക്രോം ഫിനിഷ് ഉണ്ട്, ഇവിടെ മേളിലും താഴെ ക്രോം ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ ആണ്. കസ്റ്റമേഴ്സ് ഇത് ഈ ലൈറ്റ് LED ആണോ വരുന്നത്? ഇപ്പൊ ബാക്കിൽ ഇത് 3 LED വരുന്നത്. ഇതേപോലത്തെ ലൈറ്റ് ആയിരുന്നു മറ്റേ നമ്മുടെ ടോപ്പ് വേരിയന്റിന് വരുന്നത്. ഇതേപോലത്തെ 3 ലൈറ്റ് ഫ്രണ്ടിൽ വരുന്നുണ്ട്, ഹെഡ് ലൈറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇത് ബാക്കിലെ ടൈൽ ലൈറ്റ് ഉണ്ട്. അത് ഇതിനകത്തുണ്ടല്ലോ.
മറ്റേ ഇതിനകത്ത് മറ്റേ ഇത് വരുന്നില്ല നമ്മുടെ മറ്റേ ഇത് ബാക്കിലെ വൈപ്പർ വരുന്നില്ല അല്ലേ? ഓക്കെ. പിന്നെ മറ്റേ ഡീഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബാക്ക് സൈഡ് ബാക്കി വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല അല്ലേ? ബാക്ക് സൈഡിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആന്റിന മറ്റേ ഇതുപോലെ തന്നെയാണോ വരുന്നത്? അതാ ഷാർക്ക് ഫിൻ ആണോ മറ്റേ വണ്ടിക്ക് വരുന്നത്? ആന്റിന എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണോ? ഓക്കെ. ഇത് ഇവിടെ നെക്സ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ടല്ലോ. അത് നെക്സ വേരിയന്റ് ആണോ ഇത്? നെക്സ എന്ന് വെച്ചാൽ പ്രീമിയം പ്രീമിയം സെഗ്മെന്റ് ആണ്. അതാണ് നെക്സ എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ ടോപ്പ് എൻഡ് മോഡൽസിൽ ബാക്കിൽ 360 ക്യാമറ വരുന്നുണ്ട്. ഓക്കെ. സിഗ്മ വേരിയന്റിൽ വേണമെങ്കിൽ വെക്കാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് പിന്നെ ടയർ സൈസ് ഒക്കെ എങ്ങനെ വരുന്നത്? ടയർ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സിഗ്മ വരുമ്പോ 185 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് റേഡിയൽ വിട്ടാണ്. റേഡിയൽ നമ്മുടെ ബാക്കിൽ നിന്ന് നോക്കുമ്പോ ടയറിന്റെ വിട്ടില്ലേ, റേഡിയൽ ആണോ ചെറുതാണോ വലുതാണോ നോക്കുന്നില്ല, ആ വീതി. അപ്പൊ അലോയ് വീൽ വരാൻ നേരം ടയർ സൈസ് വ്യത്യാസം വരുന്നുണ്ടല്ലേ? 185 ഇത് റേഡിയലും 65 റേഷ്യോ ഇതുണ്ട്. ആസ്പെക്ട് റേഷ്യോ 65 ആണ്. പിന്നെ റിം സൈസ് വരുന്നത് R15 ആണ്. ഈ റിമ്മില്ലേ, റിമ്മിന്റെ വലിപ്പം ടോപ്പ് എൻഡിലോട്ട് വരുമ്പോ R16 ആണ്. 16 ഇഞ്ച് അലോയും ഇത് 15 ഇഞ്ച് അലോയും ആണ്. ടയർ ടോപ്പ് എൻഡ് വെച്ച് നോക്കുമ്പോ ഇതാണ് കുറച്ച് വലിയ ടയർ, അതിന് ചെറിയ ടയറാണ്. റിം സൈസ് വലുതും. എടാ പിന്നെ നമുക്ക് ഈ ഇതിന്റെ ആദ്യം ഒരു മോഡൽ ഇറങ്ങിയായിരുന്നല്ലോ ബെലാനോ, അതുമായിട്ട് ഈ വണ്ടിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഈ മറ്റേ വണ്ടിയുടെ സൈസ് നീള വ്യത്യാസം ഉണ്ടോ? വണ്ടി ഭയങ്കര നീള കൂടുതലായിരുന്നു. That's quite big. ഒത്തിരി നീളം ഉണ്ടായിരുന്നു. നീളമായിരുന്നു ഇതില്. അപ്പൊ ആദ്യം ഇറങ്ങി ബെലോനോ വേരിയന്റില് കുറച്ച് ബൂട്ട് സ്പേസ് കൂട്ടുന്നതിനായിട്ട് അവർ കുറച്ചൊന്ന് നീളം കൂട്ടിയാണ് ഇറക്കി. പക്ഷേ ഇതിന്റെ ബൂട്ട് സ്പേസ് കുറവാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ നീ അടുത്ത ഇനി ഇന്റീരിയർ കാണിച്ചേ വണ്ടിയുടെ അകത്ത് എന്താ ഇത് എന്തൊക്കെയാണ് നോർമലി നമുക്ക് ബേസ് വേരിയന്റിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നിലവിൽ? നോർമലി ബേസ് വേരിയന്റിൽ നമുക്ക് ഇതുണ്ട്, സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട്, 4 ഡോറും പവർ വിൻഡോ ഉണ്ടല്ലേ? പവർ വിൻഡോ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അകത്തിരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ ഫോൾഡ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ വേറെ നമുക്ക് എന്തൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നത്? ഫുള്ള് ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോമാറ്റിക് AC വന്നിരിക്കുന്നത്. അത് നമുക്ക് ബേസ് വേരിയന്റിന് ബേസ് വേരിയന്റിന് പ്രീമിയം അടിപൊളി പ്രീമിയം കാറിന് ഉള്ള പോലെ തന്നെ ഇതിന് ഫുൾ ഫങ്ഷണൽ ഓട്ടോമാറ്റിക് AC വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. ഓക്കെ. അത് ബേസ് വേരിയന്റിന് അങ്ങനെ വരാറ്, ബേസ് വേരിയന്റിന് അങ്ങനെ കൊടുക്കാത്തതാണ്. സിഗ്മയിൽ കൊടുത്തിട്ടുണ്ടല്ലേ? കൊടുത്ത് വലിയൊരു കാര്യം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. മ്യൂസിക് സിസ്റ്റം നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് ഇല്ലെങ്കിൽ മാരുതിയുടെ തന്നെ ഉണ്ട്. അത് അഡീഷണൽ പേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്ത് വേണം വണ്ടി ഇറക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ മീറ്റർ കൺസോളിനകത്തും വ്യത്യാസം വരും. മീറ്റർ കൺസോളിൽ ആ നടുക്കത്തെ ഡിസ്പ്ലേ ഇൻഫോ ഡിസ്പ്ലേക്ക് വ്യത്യാസം വരുന്നുണ്ട്. ബേസ് വേരിയന്റിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും വരുന്നത്. മറ്റേലും വണ്ടിയുടെ ഫുൾ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡോർ അൺലോക്ക് ആണോ അതിന്റെ കാര്യങ്ങൾ, ക്ലോക്ക് അഡീഷണൽ ക്ലോക്ക് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനാണ്. പിന്നെ ഈ സ്റ്റിയറിംഗിനകത്ത് സ്വിച്ചും കാര്യങ്ങളൊക്കെ മറ്റേ ഒന്നും വരുന്നില്ല. നോർമൽ ബേസിക്കില് ഒന്നും വരുന്നില്ല. കാരണം അവിടെ ഇത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് അതിനകത്തൊന്നും വരുന്നില്ല. പക്ഷെ ഫുള്ളില് നമുക്ക് ഇതുണ്ട്. നമ്മുടെ ഏതാണ് നമുക്ക് ഇത് മീഡിയ കൺട്രോൾസ് വരുന്നുണ്ട്. ഇത് എടുക്കാനും പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ ഇതില്ലാണ് ക്രൂസ് കൺട്രോൾ വരുന്നത്. അതൊന്നും ഇല്ലല്ലേ? അതൊന്നും ഇല്ല, ബേസിലില്ല. കാരണം ഇതിൽ ഇൻഫോർടൈൻമെന്റ് ഇല്ലാത്തതുകൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പിന്നെ വേറൊരു സിസ്റ്റം പുതിയ ഇതുണ്ടല്ലോ, ഇത് ഇതിനകത്തുണ്ട് ഓട്ടോ എഞ്ചിൻ ഐഡൽ സ്വിച്ച് ഉണ്ട്. കാരണം നമ്മളിപ്പോ ഒരു ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോ പെട്ടെന്ന് ഇപ്പൊ നമ്മള് ഒത്തിരി എനർജി ഇത് പോകും നമ്മൾ. കാരണം വണ്ടി ഓഫ് ചെയ്യുകയും ഓൺ ആക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എനർജി പോകേണ്ടി വരും. അപ്പൊ നമ്മളൊന്ന് വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം ക്ലച്ച്, അപ്പൊ നമ്മള് വണ്ടി ഓട്ടത്തില് നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലച്ച് ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ വണ്ടി തനിയെ സ്റ്റാർട്ട് ആവുക. ക്ലച്ച് പിടിച്ച് ന്യൂട്രൽ ആക്കുവാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവും, തനിയെ സ്റ്റാർട്ട് ആവും. പിന്നെ നമ്മള് താക്കോല് തിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിന് മറ്റേ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒന്നും വരുന്നില്ല അല്ലേ? വരുന്നില്ല. നമ്മൾ താക്കോലിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ സെക്കൻഡ് വേരിയന്റിനും അതിന് ടോപ്പ് മേളിലോട്ടുള്ള വേരിയന്റിനെല്ലാം എഞ്ചിൻ സ്റ്റാർട്ട് സ്വിച്ച് ഇവിടെ വരുന്നു. ഓക്കെ. അതിന് താക്കോലില്ല. അതിന് താക്കോല് മറ്റേ സെൻസറാണ്. വണ്ടിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് വണ്ടിയിൽ യാത്ര? ഒരു എത്ര ദിവസം ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? വണ്ടി മോർ ദാൻ അല്ല, 1 മാസമായിട്ട് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. 1 മാസം ആയില്ലല്ലോ, 2 ആഴ്ചയല്ലേ ആയുള്ളൂ. മാസമായില്ല, ഒരു 3. എങ്ങനെയുണ്ട് വണ്ടി? ഭയങ്കര റിഫൈൻഡ് ആണോ എഞ്ചിനൊക്കെ? റിഫൈൻഡ് എന്ന് വെച്ചാൽ എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു കംപ്ലൈന്റ് ഇല്ല. പക്കാന്ന് വെച്ചാൽ പക്ക. എന്തെങ്കിലും വൈബ്രേഷന് സൗണ്ട് ഒന്നും നമ്മൾ അകത്തിരുന്ന് ഓടിക്കുമ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മളിപ്പോ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് വൾഗർ
അതല്ല ഞാൻ ചോദിച്ചത്, വണ്ടിക്ക് അകത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ എന്താ ശബ്ദമോ നോയ്സോ എല്ലാം വരുന്നുണ്ടോ? നോയ്സ് ഇല്ല, വൈബ്രേഷൻ ഇല്ല. വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അറിയത്തില്ലെന്ന് പറയുന്നത് നേരാണോ? വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് അറിയത്തില്ല. നമ്മുടെ ഇലക്ട്രിക് വണ്ടി പോലെയാണ്, അത്രയ്ക്കും റിഫൈൻഡ് ആണ് എഞ്ചിൻ. പിന്നെ അത്ര ഇവര് നമുക്ക് അകത്തിരുന്നാലും ഇവൻ പുറത്തിരുന്നാലും അത്ര നോയ്സ് അറിയത്തേ ഇല്ല. അങ്ങനെ എഞ്ചിന്റെ സൈഡിൽ നിന്ന് നോയ്സോ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ. പിന്നെ ഇങ്ങനെയുണ്ട് സീറ്റിംഗ്, ഇതൊക്കെ എങ്ങനെയുണ്ട് കംഫർട്ടൊക്കെ? നമുക്ക് ഇതില് ഒരു പോരായ്മ എന്താന്ന് വെച്ചാൽ നമുക്ക് സീറ്റ് ഇതില് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്ലൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹെഡ് റൂം ഒക്കെ എങ്ങനെയുണ്ട്? ഹെഡ് റൂം ഒക്കെ അടിപൊളിയാണ്. തൈ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടോ എവിടെ? പക്ഷെ ഇതിനകത്ത് ഇതില്ലെന്ന് തോന്നില്ല, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാത്തൊരു ഇത് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ, ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അതൊരു നെഗറ്റീവ് അല്ലേ? അതൊരു എസെൻഷ്യൽ ഫാക്ടറാണ്, അത് നമ്മൾ ഉൾപ്പെടുത്താതെ ബേസിലും നമ്മളത് വേണ്ട ആവശ്യമുള്ള കാര്യമാണ്. അതെ അതെ, ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ കുറച്ച് പൊക്കം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അതെ നമുക്ക് റൈഡിംഗ് കംഫർട്ട്, വിസിബിലിറ്റിയോ നിനക്ക് കുഴപ്പമില്ലല്ലോ, നിനക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നിനക്ക് പ്രശ്നമില്ല. അതെ, പൊക്കമുള്ള ആൾക്ക് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇപ്പൊ പൊക്കം ഇല്ലാത്ത ഒരാളിപ്പോ പുതിയതായിട്ട് വണ്ടി ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് റോഡ് കാണുന്നതിനും ഡ്രൈവ് ചെയ്യുന്നതിനൊക്കെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായേക്കാം. അതെ അതെ, അതൊരു പ്രശ്നമാണ്. പൊക്കം ഇല്ലാത്തവർക്ക് പ്രശ്നമാണ്. ഇല്ലാത്തവർക്ക് പ്രശ്നമായി അത് സത്യം പറഞ്ഞാൽ കൊടുക്കണ്ടായിരുന്നു. പക്ഷെ ബേസ് വേരിയന്റ് ആയതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എസെൻഷ്യൽ നീഡൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ചില വേറെ ഫംഗ്ഷൻസിലൊക്കെ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. എസെൻഷ്യൽ നീഡ് എന്തായാലും ഉൾപ്പെടുത്തണം. പിന്നെ നീ ബാക്ക് സീറ്റിൽ ഇങ്ങനെ കംഫർട്ട് ഒന്ന് ഇരുന്ന് കാണിച്ചു നോക്കട്ടെ. സീറ്റിൽ നമുക്ക് കാണിച്ചു തരാം ഗൈസ്. ബാക്കിലൊന്ന് ഇരുന്ന് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് നോട്ടോ, കംഫർട്ട് ആണോ നോക്കി. ബാക്കിൽ നമ്മൾ ഇരിക്കാൻ പോവാണ്. നീ ബാക്കിലിരുന്ന് യാത്ര ചെയ്തായിരുന്നോ വണ്ടിയിൽ? ബാക്കിൽ നമ്മൾ ഈ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് എങ്ങനെയുണ്ട് സ്പേസ്. ഇപ്പൊ ഈ ഫ്രണ്ടിലെ സീറ്റ് കറക്റ്റ് ബാക്കിലോട്ട് ഒത്തിരി ഇറക്കിയിട്ടിരിക്കുവാണ്. നീ നിന്റെ കറക്റ്റ് പൊസിഷനിലല്ലേ ഇട്ടിരിക്കുന്നത്? നല്ല ഇതുണ്ട്, സ്പേസ് ഉണ്ട്. നമുക്ക് കാലിടിക്കുന്നതായിട്ട് ഒരു കംഫർട്ട് പോകുന്ന തരത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒന്നും അല്ല. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് വേണം ചാരി ഇരിക്കാന്ന്. ഇതിന് മറ്റേ ഹെഡ് റെസ്റ്റും കൂടി വരുന്നുണ്ടെന്ന് തോന്നല്ലേ? ബാക്കിൽ ഹെഡ് റെസ്റ്റ് ഈ 2000 ഈ വണ്ടി ആദ്യം ഇറങ്ങിയ സമയത്തുള്ള ഇതിനകത്ത് ഹെഡ് റെസ്റ്റ് ഇല്ലാരെന്ന് പറയുന്നതല്ലേ? ആദ്യത്തെ മോഡലിന് ഇല്ലായിരുന്നു. ഈ രണ്ടാമത് ഇറങ്ങിയതിൽ ഇതിന്റെ ആദ്യത്തെ വേരിയന്റിന് ഇല്ലായിരുന്നു. പുതിയതായിട്ട് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹെഡ് റൂം ഒക്കെ ബാക്കി ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, തല ഇടിക്കത്തില്ല. എത്ര കുറച്ചൊരു 6 feet ഉള്ള ആളിരുന്നാലും ഇടിക്കാത്ത തരത്തില്. നമ്മള് ഒത്തിരി പൊങ്ങി ഇരിക്കരുത്, നോർമലി ഇരിക്കുമ്പോൾ തല തട്ടത്തില്ല. എല്ലാം ഉണ്ട്, ഹെഡ് റൂം ഉണ്ട്, നല്ലല്ലേ? ഇവിടെ തൈ സപ്പോർട്ടും പിന്നെ കാല് നല്ല നീട്ടിയൊക്കെ വെക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല, ലെഗ് റൂം സ്പേസ് എല്ലാം ഉണ്ട്, ആവശ്യത്തിൽ കൂടുതൽ. ഓക്കെ. പിന്നെ ഇതിന്റെ ബൂട്ടൊന്ന് കാണിച്ചു തന്നെ, ബൂട്ടിൽ എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാമോ? ബൂട്ടിൽ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് നമ്മള് ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും ആവശ്യത്തിൽ കൂടുതൽ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. പക്ഷെ ഇത് എത്ര ലിറ്റർ ആണെന്ന് നിനക്ക് അറിയാമോ? എത്ര ലിറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് I don't know what this is, but it's kind of hot. വലിയ ഐഡിയ ഇല്ല. മറ്റേ ലിക്കറിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. അതല്ല, ഈ ബൂട്ട് സ്പേസ് നമ്മള് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടില്ല, എന്നാലും ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളും. പക്ഷെ നമ്മളിതിനകത്ത് ഇതുവരെ നിലവിലൊന്നും വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ബൂട്ട് സ്പേസിന്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും ലോങ് റൈഡ് പോകുമ്പോഴല്ലേ നമുക്ക് ബൂട്ട് സ്പേസ് എങ്കിലും അത്യാവശ്യം നമുക്കുണ്ട്, ആവശ്യത്തിനുണ്ട്. പിന്നെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് പിന്നെ വേണം കുറച്ച് റൂമും കൂടെ. ഇത് 2 സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റുമോ? 2 സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല. അറിയത്തില്ലേ? ഒരു സീറ്റെങ്കിലും ഫോൾഡ് ചെയ്യാൻ. ഇയാള് പിന്നെ എന്തോ റിവ്യൂവിനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു സീറ്റെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണം. പക്ഷെ അത് 2 സീറ്റും ഫോൾഡ് ചെയ്യാമെങ്കിൽ കുറച്ചും കൂടെ ബൂട്ട് സ്പേസ് റൂം നമുക്ക് കിട്ടുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഒരു പാഴ്സൽ ട്രേ ഉണ്ട്, അത് വേണമെങ്കിൽ അഡീഷണൽ ആണ്. അത് ബേസ് വേരിയന്റ് വരുന്നില്ല അല്ലേ? ഇല്ല, നമുക്ക് അഡീഷണൽ ചാർജസ് ഉണ്ട്. അത് അതിന്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. ആവശ്യം വരുന്നില്ല, നമുക്ക് വേണമെങ്കിൽ മേടിച്ച് വെക്കാന്നേ ഉള്ളൂ, എന്തെങ്കിലും സാധനം ഹോൾഡ് ചെയ്യാൻ. അപ്പോൾ ജെയ്സേ, നമ്മുടെ സുസുക്കി ബെലാനോ വണ്ടിയെ കുറിച്ച് നിന്റെ ഒരു ടോട്ടലി ഉള്ള ഒരു അഭിപ്രായം തോന്നി? വണ്ടി എടുക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് നിനക്ക് പറയാനുള്ളത് എന്തോ? വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് റൈഡിങ് കംഫർട്ട്, പിന്നെ എഞ്ചിൻ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഒരു കുഴപ്പമില്ല. റൈഡിങ് കംഫർട്ട് ആവട്ടെ, എഞ്ചിന്റെ ഇത് സൈഡാകട്ടെ, ഒരു കുഴപ്പമില്ല. ഒരു നോയ്സ് ഇല്ല, ഒരു വൈബ്രേഷനും ഇല്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബെലാനോ മറ്റേ പപ്പടം എന്നും പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ പഴയ വണ്ടിയായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വണ്ടിയായിട്ട് ഒത്തിരി കുറച്ച് ഇത് വെയിറ്റിൽ കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. വെയിറ്റ് പഴയ വണ്ടി കുറച്ച് കുറവായിരുന്നു. അപ്പൊ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കൂട്ടിയിട്ടുണ്ട് വെയിറ്റ്. പക്ഷെ അതിനകത്ത് നമുക്ക് വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മള് വണ്ടി ഓടിക്കുന്ന പോലെയാ അല്ലേ? ഓടിക്കുന്ന പോലെയാണ്. ഇപ്പൊ നല്ല ഒരു തട്ടാണ് തട്ടുന്നതെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും പപ്പടമായി പോകത്തില്ലേ? അതിപ്പോ ടാറ്റ ആണെന്നോ BMW ബെൻസ് ഏത് വണ്ടിയാണെന്ന് പറഞ്ഞാലും ആ ഇടിയുടെ ആ വണ്ടി പോയി ഇടിക്കുന്നതിന്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഇതുപോലെ ഇരിക്കും. നമ്മള് സ്പീഡ് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കുക. വണ്ടി ഇടിപ്പിച്ച
അതിന് ബിൽഡ് ക്വാളിറ്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരിക്കലും ഒരു. അപ്പം നീ പറയുന്നത് ബലാന അടിപൊളി വണ്ടിയാണെന്നുള്ളതാണ്. ഇത് നല്ല ഈ വർഷം ഒത്തിരി സെയിലായെന്നൊക്കെ പറയുന്ന നേരാണ്. ഈ വർഷം 2024 ഫെബ്രുവരിയിലെ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പക്ഷെ പഴയ വണ്ടിയെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ? ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ബെൻസ് കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട് അടിപൊളി ഇതാണ്. ഈ ലൈറ്റ് എല്ലാം കണ്ടപ്പോ അല്ലേ? പഴയ വണ്ടിയുടെ ഗ്രില്ലൊക്കെ ഒത്തിരി. എന്തുവാടാ ഇതിനകത്തൊരു ചെറിയ ഇതിനകത്ത് വേറൊരു കാർ ഇരിക്കുന്നു. ഇതന്നെ നീ മേടിച്ച് വെച്ചാണ്? നമ്മുടെ മിനിയേച്ചർ മോഡലാണ്. നമ്മുടെ ബലേനയുടെ ചെറിയ മിനിയേച്ചർ മോഡൽ നമ്മൾ മേടിച്ച് ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. ആഹാ, കൊള്ളാൽ അടിപൊളി. വണ്ടി ഓടിച്ച് കൈകൊക്കെ തെളിച്ചായിരുന്നു. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം. വണ്ടി ഓടിച്ച് കൈ തെളിയാതെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഫുള്ള് ഇൻഡെപ്ത് റിവ്യൂ ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരി. അപ്പോൾ ഇനി അടുത്ത പരിപാടി വണ്ടിയിലിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വല്ല ചെയ്യാൻ പണിയുണ്ടോ? ചെറിയ ആൾട്രേഷൻ നടത്താൻ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് മ്യൂസിക് സിസ്റ്റം വേണം. പിന്നെ ഇതിന് ഇപ്പൊ മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് നമ്മൾ ഓടിക്കുന്ന വിധം എത്ര കിലോമീറ്റർ ഓടി? ഇപ്പോൾ ഒരു 500 മേലെ ഓടിയിട്ടുണ്ട്. 1000 കിലോമീറ്റർ ആകുമ്പോഴാണ് ഇതിന് ഫസ്റ്റ്. 1000 അല്ലെങ്കിൽ എത്ര ദിവസമാണ്? 1000 അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട്. ഒരു മാസം 30 ദിവസം. 30 ദിവസം കഴിഞ്ഞിട്ടാണ് അതിന്റെ ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് മൈലേജ് കിട്ടത്തുള്ളൂ. കറക്റ്റ്. ഇപ്പൊ എത്ര കിട്ടുന്നുണ്ടോ? ഇപ്പൊ നമുക്കൊരു കൂടിപ്പോ ഒരു 15 14 ആ ഒരു രീതി. പക്ഷെ ഇവര് കമ്പനി എത്ര പറയുന്നതിന് മൈലേജ്? ഇതിന് 22 ആണ് പറയുന്നത്. ഹൈവേസിലും അവര് പറയുന്ന എസ്റ്റിമേറ്റ് ഒരു 15. നമ്മൾ ഓടിക്കുന്ന രീതി പോലെ ഇരിക്കും. അങ്ങനെയാണ് അവര് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ പുതിയ ബലേനയുടെ വിശേഷങ്ങൾ അല്ലേ? അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും മോഡിഫിക്കേഷൻ കാണുമോ? അലോയ് വീല് പറ്റുന്നുണ്ടോ വണ്ടിയിൽ? വീല് നമ്മള് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കയറ്റാനായിട്ടുള്ള പ്ലാനിലാണ്. അപ്പൊ അങ്കി ഓക്കെ, ശരി, അങ്കി വിട്ടു. അപ്പോൾ ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണുമോ? അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ജെയ്സ് തോമസ് ആൻഡ് ക്യാമറാമാൻ ജോസ് തോമസിനോടൊപ്പം സൈനിങ് ഔട്ട്. ഓക്കെ, അപ്പൊ നേരെ വിട്ടു, വണ്ടി എടുത്തോണ്ട് വിട്ടു. कोई शक नहीं करी चेक नहीं बीबा जट दिया चले सरदारी लगे चेक नहीं बड़े चेक नहीं उत्ते आले नाल लाई बैठा यारी जे कोई शक नहीं करी चेक नहीं बीबा जट दिया चले सरदारी लगे चेक नहीं बड़े चेक नहीं उत्ते आले नाल लाई बैठा यारी रखी अख नहीं वेरी कख नहीं गेम घूम दिया बैठे फोन चक नहीं पिछे जग नहीं लाई लग नहीं लगे कईयां दे उत्ते